ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഭഗവാൻ അർജുനനോട് സാഖ്യയോഗം ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഈ കർമ്മയോഗത്തിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുമ്പോൾ തുടങ്ങിവെച്ച പ്രവർത്തനം പൂർത്തിയാക്കിയില്ലെങ്കിൽ തന്നെയും അത് നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആദിയെ തുടങ്ങേണ്ടി വരുന്നില്ല. ചെയ്തതിനപ്പുറം പിന്നീട് ചെയ്താൽ മതിയാകും. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഈ കർമ്മം മഹത്തായ ഭയത്തിൽ നിന്നും മോചനം നൽകുന്നു. കർമ്മയോഗിക്ക് ഭൗതിക സുഖങ്ങൾ നഷ്ടപ്പെടുന്നില്ല, മാത്രമല്ല മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഈശ്വരാർപ്പണ ബുദ്ധിയെ ബാഹ്യമായ അവസ്ഥാഭേദങ്ങൾ ബാധിക്കുന്നുമില്ല. പൂർവ്വജന്മകർമ്മങ്ങളുടെ ഫലമായി ധാർമ്മിക ചിന്തയുണ്ടായാൽ ജനന മരണാത്മകമായ സംസാരത്തെക്കുറിച്ചുള്ള വലിയ ഭയം ഇല്ലാതാകുകയും ചെയ്യും. യോഗം ഏതായാലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കലാണ് പ്രധാനം. തത്വചിന്തയുടെ സഹായത്താൽ സമനില നേടുന്നത് ജ്ഞാനയോഗം. ലൗകിക കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ തന്നെ സമചിത്തത നേടുന്നത് കർമ്മയോഗം. ചുരുക്കത്തിൽ സമചിത്തതയാണ് യോഗം. അർജുനന്റെ വിഷാദത്തെ കൂടി യോഗമാക്കി 18 അധ്യായങ്ങൾക്കും യോഗം എന്ന പേര് നൽകിയത് ഈ സമചിത്തതയ്ക്കുള്ള പ്രാധാന്യത്തെ മുൻനിർത്തിയാണ്. ഈ സമചിത്തത എത്ര കുറഞ്ഞ തോതിൽ നേടിയിരുന്നാലും അത് നഷ്ടപ്പെടുന്നില്ല. ഭൗതികമായ മറ്റ് നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ഒരു ജീവിതത്തിൽ നേടുന്ന സമചിത്തത മരണം കൊണ്ടുപോലും നഷ്ടമാകുന്നില്ല. അടുത്ത ജന്മത്തിലും ഇത് സമ്പാദ്യമായി കൂടെയുണ്ടാകും. അപ്പോൾ വീണ്ടും കൂടുതൽ നേടാൻ ശ്രമിക്കുകയും ചെയ്യും. രോഗശാന്തിക്ക് കഴിക്കുന്ന ഔഷധങ്ങൾ അപ്രത്യാശിതമായ പ്രതിക്രിയകൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ ഈ യോഗ പരിശീലനത്തിന് അങ്ങനെയൊരു പാർശ്വഫലം ഉണ്ടാകുമെന്നും പേടിക്കാനില്ല. എല്ലാ രോഗത്തിനും കൈക്കൊണ്ട ഔഷധമാണ് ഈ യോഗമാർഗം. മഹത്തായ ഭവഭയത്തെ ഈ യോഗം ചെറിയ മാത്ര കൊണ്ട് തന്നെ നശിപ്പിക്കുന്നു. ഈ യോഗ പരിശീലനത്തിന്റെ പരമരഹസ്യം അടുത്ത പദ്യത്തിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നു. നേഹാഭിക്രമനാശോസ്തേ പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇഹ ഇവിടെ, അതായത് ഈ യോഗത്തിൽ, അഭിക്രമനാശഃ ആരംഭിച്ച പ്രവർത്തനത്തിന് നാശം, ന അസ്തി ഇല്ല, പ്രത്യവായഃ തിരിച്ചടി അഥവാ പ്രത്യാഘാതം, ന വിദ്യതേ ഉണ്ടാകുന്നില്ല, അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിന്റെ സ്വൽപ